2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപോ ഒരുപക്ഷെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപോ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിലയിരുത്തൽ. ഒരു പിളർപ്പോ ലയനമോ മുന്നണി മാറ്റമോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിയെ സാരമായി ബാധിക്കും. മുൻപ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും കൊഴുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ ദേശീയ തലത്തിലെ ചില നീക്കങ്ങൾ ഈ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചയാണ് NCP കോൺഗ്രസ് ലയന ചർച്ച. അജിത് പവാർ ഒരു വിഭാഗം നേതാക്കളുമായി പാർട്ടി വിട്ടതോടെ NCP ശരത് പവാർ വിഭാഗം കോൺഗ്രസുമായി ലയിക്കുന്നതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കുന്നുവെന്നാണ് സംസ്ഥാനത്തെ ചർച്ച. ഈ ചർച്ചകൾക്ക് ചൂടേറ്റിരിക്കുകയാണ് ശരത് പവാർ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായ ഹർഷവർദ്ധൻ സബ്കലും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച. കോൺഗ്രസും ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPയും ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയും മഹാവികാസ് അഘാഡി എന്ന പ്രതിപക്ഷ സഖ്യത്തിലാണ് ഉള്ളത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായി സഖ്യത്തിലെത്താൻ ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് NCP കോൺഗ്രസ് ലയനം ചർച്ചയാകുന്നത്. എന്നാൽ ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ലയനവുമായി ബന്ധമൊന്നുമില്ല എന്ന വാദമാണ് സബ്കൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നതാണ് സബ്കൽ പ്രതികരിച്ചത്. കോൺഗ്രസ് അധ്യക്ഷനായതിനു ശേഷം ശരത് പവാറിനെ സന്ദർശിച്ചിരുന്നില്ല എന്നതിനാൽ മാത്രം നടത്തിയ സൗഹൃദ സന്ദർശനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പവാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് 50 വർഷത്തിലേറെ പാരമ്പര്യമുള്ള നേതാവാണ്. സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നും സബ്കൽ അതോടുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ പ്രതിഫലനമുണ്ടാകാം. ദേശീയ നേതൃത്വം കോൺഗ്രസുമായി ലയിച്ചു കഴിഞ്ഞാൽ ഇടതു മുന്നണിയോടൊപ്പം നിൽക്കുന്ന NCP വലത്തോട്ട് ചായാൻ നിർബന്ധിതമാകും. കേരളത്തിൽ NCPയിൽ നിഴൽ ഭിന്നത നിൽക്കുന്ന സാഹചര്യത്തിൽ PC ചാക്കോ പക്ഷവും AK ശശീന്ദ്രൻ പക്ഷവും രണ്ട് തട്ടിലേക്ക് നീങ്ങും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ NCP ഒരു കോൺഗ്രസ് ലയനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മുന്നണി മാറ്റത്തിന് നിർബന്ധിത സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ശശീന്ദ്രൻ പക്ഷം ഇടതിനൊപ്പം നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം ഒരു പിളർപ്പിനായി സജ്ജമായി നിൽക്കുന്ന PC ചാക്കോയും കൂട്ടരും വലതിലേക്ക് മാറാനുള്ള സാധ്യതയും തെളിയും. ഇത് സമീപ നാളുകളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വരാനിരിക്കുന്ന 2 സുപ്രധാന തെരഞ്ഞെടുപ്പിനെ സാരമായി തന്നെ ബാധിക്കും. എന്നാൽ അതേസമയം രാഷ്ട്രീയ പിണക്കം മാറ്റിവെച്ചുകൊണ്ട് ശരത് പവാറും അജിത് പവാറും ഒന്നിക്കാൻ ഒരുങ്ങുന്നു എന്ന് സൂചന നൽകുന്ന ചില വാർത്തകളും മഹാരാഷ്ട്രയിൽ നിന്നും ഉയരുന്നുണ്ട്. അജിത് പവാർ ശരത് പവാർ ഒന്നിക്കലാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ ആകെ മാറിമറിയും. BJP പവാർ ലയനം സ്വാഭാവികമായും കേരളത്തെ സ്വാധീനിക്കുകയും ചെയ്യും. മേൽപ്പറഞ്ഞ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും, പക്ഷേ മുന്നണിയിൽ മാത്രം മാറ്റം വരും. ഈ സാധ്യത തള്ളിക്കളയാനാകാത്ത ചില നീക്കങ്ങൾ ദേശീയ തലത്തിൽ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശരത് പവാർ NCP വിഭാഗം യോഗത്തിൽ ഇരു വിഭാഗങ്ങളും ഒന്നിക്കുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകൾ ചർച്ച ചെയ്തു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുംബൈയിലെ ഓഫീസിലായിരുന്നു യോഗം. സംസ്ഥാന പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ, പാർട്ടി നേതാവായ ജിതേന്ദ്ര അവാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ എല്ലാ ജില്ലകളിലെയും നേതാക്കൾ പങ്കെടുത്തിരുന്നു. പാർട്ടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന്റെ ഒപ്പമാണ് അജിത് പവാറിനൊപ്പമുള്ള ഒരു കൂടിച്ചേരലിന്റെ സാധ്യതകളും പരിശോധിച്ചത്. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ശരത് പവാർ കൂടുതൽ പ്രതികരിക്കുമെന്നും മറ്റ് നേതാക്കൾ മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പറയരുത് എന്നും നിർദ്ദേശമുണ്ട്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും ഏറ്റുവാങ്ങിയ ശേഷം തിരിച്ചു വരാനിരിക്കുന്ന ശ്രമത്തിൽ തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഉള്ളത്. സഖ്യങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം തന്നെ സംബന്ധിച്ച് സ്വയം തീരുമാനമെടുക്കാൻ കീഴ്ഘടകങ്ങൾക്ക് ദേശീയ നേതൃത്വം അടക്കം സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്.